ഭക്തസജ്ജനങ്ങൾക്ക് വിനീത പ്രണാമം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന വിശേഷാൽ പരിപാടിയിൽ ഇന്ന് വള്ളുവനാടിൻ്റെ സാംസ്കാരിക ആസ്ഥാനമായ അങ്ങാടിപ്പുറത്തെ പ്രസിദ്ധമായ ശ്രീ മാണിക്യപുരം മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 1.5 ഏക്കറോളം വരുന്ന ക്ഷേത്രഭൂമിയിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുൻപ് ചോളദേശത്തെ തഞ്ചാവൂരിന് സമീപത്തുള്ള മരുളോത്തുമംഗലം എന്ന ഗ്രാമത്തിൽ നിന്നും ഇവിടെ കുടിയേറി പാർത്ത ഒരു വൈശ്യ കുടുംബത്തിൻ്റെ പരദേവതയാണത്രേ പടിഞ്ഞാറോട്ട് ദർശനമായി നിലകൊള്ളുന്ന ഈ നരസിംഹമൂർത്തി. ഒരു കാലത്ത് നാട്ടിൽ സ്ഥാനികളും സമ്പന്നരുമായിരുന്ന 8 വീട്ടിൽ അച്ഛന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു ക്ഷേത്രം. ചെറിയച്ഛൻ വീട്ടിൽ കിഴക്കാത്ര കുടുംബക്കാരാണ് പാരമ്പര്യ ഊരാളന്മാർ. ഭഗവാൻ നരസിംഹഭാവത്തിലായതിനാൽ ഭഗവാന്റെ രൗദ്രത കുറയ്ക്കുവാൻ ക്ഷേത്രത്തിനു മുന്നിൽ വിശാലമായ ക്ഷേത്രക്കുളമുണ്ട്. നാലമ്പലത്തിനകത്ത് ഗണപതിയും ചുറ്റമ്പലത്തിന് പുറത്ത് വടക്കു പടിഞ്ഞാറായി ഹനുമാൻ സ്വാമിയും വടക്ക് കിഴക്കു ഭാഗത്ത് നവഗ്രഹങ്ങളും നാഗങ്ങളുമാണ് ഉപദേവ പ്രതിഷ്ഠകൾ. നവഗ്രഹങ്ങൾക്ക് നിത്യപൂജയുള്ള ക്ഷേത്രമാണ് ശ്രീ മാണിക്യപുരം മഹാവിഷ്ണു ക്ഷേത്രം. കേരളത്തിൽ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങൾ അപൂർവമാണ്. അതിൽ തന്നെ നവഗ്രഹങ്ങൾക്ക് നിത്യപൂജയുള്ള ക്ഷേത്രം അത്യപൂർവവും. അതുകൊണ്ട് തന്നെ നവഗ്രഹ പൂജയ്ക്ക് ഏറെ പ്രാധാന്യമാണ് ഇവിടെ. എല്ലാ വർഷവും അതിവിപുലമായിട്ടാണ് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം നടത്തിവരുന്നത്. ഗുരുവായൂർ ഏകാദശി ദിവസം സംഗീതോത്സവം വളരെ പ്രാധാന്യത്തോടെ ഈ ക്ഷേത്രത്തിൽ നടത്തുന്നു. ഏകാദശി ദിവസം ഗുരുവായൂരിലെത്താൻ സാധിക്കാത്ത ഭക്തർ സംഗീതോത്സവം കാണാൻ ഈ ക്ഷേത്ര സന്നിധിയിലാണ് എത്തിച്ചേരുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പന്തലക്കോട് സജി നമ്പൂതിരിയുടെ ശ്രേഷ്ഠമായ കാർമ്മികത്വത്തിൽ 30 വ്യാഴാഴ്ചകളിൽ നടന്നുവരുന്ന സർവ്വ വിഘ്ന പരിഹാര പൂജയ്ക്ക് ഏറെ പ്രാധാന്യമാണുള്ളത്. തന്ത്രി നേരിട്ടു ചെയ്യുന്ന ഈ പൂജ നടത്തുവാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം. ഒരു കാലത്ത് ജീർണാവസ്ഥയിലായിരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിലാണ് നടന്നുവരുന്നത്. ക്ഷേത്ര ജീർണോദ്ധാരണത്തിൽ പങ്കുചേരുക എന്നത് അതിൽ പങ്കാളിത്തം വഹിക്കുന്നവർക്കും അവരുടെ 7 തലമുറകൾക്കും സർവ്വ ഐശ്വര്യങ്ങളും കൃപാകടാക്ഷ പുണ്യങ്ങളും വന്നു ചേരുവാനുള്ള ഒരു മഹത്തായ അവസരമാണ്. ശ്രീ മാണിക്യപുരത്തപ്പൻ്റെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തരെ ഭഗവാൻ എന്നും തുണയ്ക്കുന്നു എന്നത് ഇവിടെ വരുന്ന ഓരോ ഭക്തനും അടിവരയിട്ട് പറഞ്ഞു വയ്ക്കുന്നു. ഓം നമോ നാരായണായ.